നമസ്കാരം, ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. ഒരു ചെറിയ ചിപ്പ് നിങ്ങളുടെ മൊബൈലിലുണ്ട്, ലാപ്ടോപ്പിലുണ്ട്, കാറിലുണ്ട്, വാഷിംഗ് മെഷീനിലുണ്ട്, മിസൈലിലുണ്ട്, ഫൈറ്റർ ജെറ്റിലുണ്ട്, ഉപഗ്രഹങ്ങളിലുണ്ട്. ലോകം ഇന്ന് ഓടുന്നത് എണ്ണ കൊണ്ടല്ല, സെമി കണ്ടക്ടർ ചിപ്പുകൾ കൊണ്ടാണ്. പക്ഷേ ഇത്ര വലിയ രാജ്യമായ ഇന്ത്യ ഇന്ന് ഭൂരിഭാഗം ചിപ്പുകളും വിദേശത്ത് നിന്നാണ് വാങ്ങുന്നത്. ഇത് മാറ്റാനാണ് ഇന്ത്യയുടെ സെമികോൺ 2 മിഷൻ്റെ ലക്ഷ്യം. എന്താണ് സെമി കണ്ടക്ടർ എന്ന് നോക്കാം. സെമി കണ്ടക്ടർ ഒരു ചെറിയ ഇലക്ട്രോണിക് ചിപ്പാണ്. ഒരു നഖത്തിൻ്റെ വലിപ്പമുള്ള ഈ ചിപ്പിനുള്ളിൽ കോടിക്കണക്കിന് ട്രാൻസിസ്റ്ററുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇതാണ് മൊബൈൽ, AI, കമ്പ്യൂട്ടർ, കാർ, മിസൈൽ, മെഡിക്കൽ എക്യുപ്മെൻറ്റ് എല്ലാം പ്രവർത്തിപ്പിക്കുന്നത്. ഇന്ത്യ എന്തുകൊണ്ടാണ് ഇത് ഇറക്കുമതി ചെയ്യുന്നത്? ഇന്നും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാതാക്കളായ തായ്വാൻ, കൊറിയ, സൗത്ത് കൊറിയ, USA, ജപ്പാൻ, ചൈന, പിന്നെ ഈ രാജ്യങ്ങൾക്കെല്ലാം പിന്നിലാണ്. ഇന്ത്യയിൽ വലിയ തോതിൽ ചിപ്പ് നിർമ്മാണം ആരംഭിക്കുന്നത് ഇപ്പോഴാണ്. അതിനാൽ ഇന്ത്യ ഇപ്പോഴും വിദേശത്ത് നിന്നാണ് നിരവധി ചിപ്പുകൾ ഇറക്കുമതി ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ് അപകടകരമാകുന്നത്? ഒരു യുദ്ധം വന്നാൽ, ഒരു വ്യാപാര ഉപരോധം വന്നാൽ, കോവിഡ് പോലുള്ള പ്രതിസന്ധി വന്നാൽ ചിപ്പ് കിട്ടിയില്ലെങ്കിൽ കാർ നിർമ്മാണം നിൽക്കും. അതുപോലെ തന്നെ മൊബൈൽ നിർമ്മാണം നിൽക്കും, ഫാക്ടറി നിൽക്കും, AI വികസനം നിൽക്കും. ഇത് കോവിഡ് കാലത്ത് ലോകം നേരിട്ട് അനുഭവിച്ചതാണ്. അതിനാലാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ തീരുമാനം ഇന്ത്യ സെമി കണ്ടക്ടർ മെഷീൻ ആരംഭിച്ചു. അതിനുശേഷം സെമികോൺ 2 പ്രഖ്യാപിച്ചു. ഇതിനായി 1.27 ലക്ഷം കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പദ്ധതി നടക്കുന്നുണ്ട്. അപ്പോൾ ഗുജറാത്തിൽ ടാറ്റ ഫാബ്, മൈക്രോൺ, CG പവർ, കെയ്ൻസ്, ക്രിസ്റ്റൽ മെട്രിക്സ്, സുജി സെമികോൺ, ആസാമിൽ ടാറ്റ ഒസാറ്റ്, ഒഡീസയിൽ സിക്സം 3D ഗ്ലാസ് സൊല്യൂഷൻസ്, ആന്ധ്രാപ്രദേശിൽ ആസിഫ് ടെക്നോളജീസ്, പഞ്ചാബിൽ CDIL എക്സ്പാൻഷൻ, ഉത്തർപ്രദേശിൽ VSIPL. ഇതെല്ലാം ചേർന്ന് ഇന്ത്യയെ ഒരു സമ്പൂർണ്ണ സെമി കണ്ടക്ടർ എക്കോസിസ്റ്റമായി രൂപപ്പെടുത്തുകയാണ്. ഇനി ഇന്ത്യയിൽ വെറും ചിപ്പ് അസംബിൾ ചെയ്യുക മാത്രമല്ല ഇനി ലക്ഷ്യം. ചിപ്പ് ഡിസൈൻ, മാനുഫാക്ചറിങ്, പാക്കേജിംഗ്, ടെസ്റ്റിംഗ്, എക്യുപ്മെൻറ്റ്, മെറ്റീരിയൽസ്, ഇന്ത്യൻ IP, സ്റ്റാർട്ടപ്പ് സപ്പോർട്ട്, സ്കിൽഡ് എഞ്ചിനീയേഴ്സ്, അങ്ങനെ മുഴുവൻ വാല്യൂ ചെയിൻ ഇന്ത്യയിൽ തന്നെ സൃഷ്ടിക്കുകയാണ്. ഇതിലൂടെ ഇന്ത്യക്ക് വൻ തൊഴിൽ ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ, ഇറക്കുമതി കുറയും, കയറ്റുമതി വർദ്ധിപ്പിക്കും, വിദേശ കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപിക്കും, ദേശീയ സുരക്ഷ ശക്തമാകും, മേക്ക് ഇൻ ഇന്ത്യ കൂടുതൽ ശക്തമാകും. ഇന്ത്യക്ക് പക്ഷേ ഇനിയും കൂടുതൽ ദൂരം പോകാനുണ്ട്. ഇന്ന് ലോകത്ത് തായ്വാനും സൗത്ത് കൊറിയയ്ക്കും വളരെ മുന്നേറ്റമുണ്ട്. അവരെ ഒരു രാത്രി കൊണ്ട് ഇന്ത്യ മറികടക്കില്ല. പക്ഷേ അടിത്തറ പാകുകയാണ്. മൈക്രോൺ ഉൽപ്പാദനം ആരംഭിച്ചു, കെയ്ൻസ് വാണിജ്യ ഉൽപ്പാദനം തുടങ്ങി, പുതിയ പദ്ധതികൾ തുടർച്ചയായി അംഗീകരിക്കപ്പെടുന്നു. സെമികോൺ 2 വഴി സർക്കാർ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഇന്ത്യ ചിപ്പുകൾ വാങ്ങുന്ന രാജ്യമാണ്. നാളെ ഇന്ത്യ ചിപ്പുകൾ നിർമ്മിക്കുന്ന രാജ്യമായേക്കാം. മറ്റന്നാൾ ഇന്ത്യ ലോകത്തിന് ചിപ്പുകൾ കയറ്റുമതി ചെയ്യുന്ന ശക്തിയായി മാറാനും സാധ്യതയുണ്ട്. ഇതൊരു ഫാക്ടറിയുടെ കഥയല്ല, ഇന്ത്യയുടെ സാങ്കേതിക സ്വയം പര്യാപ്തതയുടെ കഥയാണ്. ഇന്ത്യ ഇന്ന് ചിപ്പ് വാങ്ങുന്നു, നാളെ ലോകത്തിന് ചിപ്പ് വിൽക്കുന്ന രാജ്യമാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.